അവിടെ എൻവയോൺമെൻറ്റൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങും വരും, എൻവയോൺമെൻറ്റൽ ബെനിഫിറ്റ് അക്കൗണ്ടിങ്ങും വരും. ഇപ്പോൾ എൻവയോൺമെൻറ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ഈ കമ്പനിയുടെ വാട്ടർ യൂസേജ്, എനർജി യൂസേജ്, എമിഷൻ, അതുപോലെ വേസ്റ്റ് ജനറേഷൻ, ഇതൊക്കെ നമ്മൾ മെഷർ ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാട്ടർ കൺസംഷൻ എന്ന് പറഞ്ഞാൽ 2 lakh പെർ ഇയർ, അതുപോലെ ഇലക്ട്രിസിറ്റി കൺസംഷൻ, എനർജി യൂസേജ്, എനർജി കൺസംഷൻ എന്ന് പറയുമ്പോൾ 5 lakh പെർ ഇയർ, അതുപോലെ വേസ്റ്റ് ജനറേഷൻ, ഇത്രയും നമ്മൾ കറക്റ്റായിട്ട് ആബ്സല്യൂട്ട് ഫിഗർ റിപ്പോർട്ട് ചെയ്യാണ്. ഓക്കെ. അതുപോലെ തന്നെ ബെനിഫിറ്റ്, എൻവയോൺമെൻറ്റ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ബെനിഫിറ്റ് അക്കൗണ്ടിങ് എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ എന്തെങ്കിലും കമ്പനി സർട്ടൻ എന്തെങ്കിലും ഇനീഷ്യേറ്റീവ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ഫോർ റിഡ്യൂസിങ് ദ എമിഷൻ, അല്ലെങ്കിൽ ഫോർ വാട്ടർ കൺസർവേഷൻ, അല്ലെങ്കിൽ എനർജി സ്റ്റോറേജ്, ഇതിനൊക്കെ വേണ്ടി എന്തെങ്കിലും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്, അത്തരം എന്തെങ്കിലും CSR പ്രാക്ടീസസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് റിപ്പോർട്ട് ചെയ്യുക? അപ്പോൾ ഇത്ര നമ്മൾ എന്തെങ്കിലും ഇനീഷ്യേറ്റീവ് ചെയ്തതിൻ്റെ റിസൾട്ടായിട്ട് ഓക്കെ സബ്സിക്വൻ്റ്ലി, കോൺസിക്വൻ്റ്ലി ഓർ അൾട്ടിമേറ്റ്ലി നമുക്ക് ഇത്ര ഇപ്പോൾ ഒരു 100 tons ഓഫ് കാർബൺ എമിഷൻ റിഡക്ഷൻ സംഭവിച്ചു അല്ലേ. അപ്പോൾ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യും. അതുപോലെ ഇപ്പോൾ എനർജി കൺസർവേഷൻ, ഇപ്പോൾ ഇത്ര ലിറ്റർ 1 lakh ലിറ്റർ വാട്ടർ കൺസർവേഷനാണ്. അപ്പോൾ അതുപോലെയാണ് നമ്മൾ എൻവയോൺമെൻറ്റൽ ബെനിഫിറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ കോസ്റ്റും റിപ്പോർട്ട് ചെയ്തു, ബെനിഫിറ്റും റിപ്പോർട്ട് ചെയ്തു. ഇനി ഇന്ത്യയിൽ നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻവയോൺമെൻറ്റൽ അക്കൗണ്ടിങ് പ്രാക്ടീസസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു കമ്പനിയാണ്, ഒരുപാട് കമ്പനീസ് ഉണ്ട്, അതിലൊന്നാണ് ടാറ്റ സ്റ്റീൽ.